ഓ തിളങ്ങണേ. ഹായ് ഗായ്സ്, ഇന്ന് നമ്മള് കടലപ്രഥമന്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കൊല്ലം സ്പെഷ്യൽ കടലപ്രഥമനാണ്. അപ്പൊ അമ്മച്ചിയുടെ സ്പെഷ്യൽ കടലപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 1 കിലോ കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. 1 കിലോ കടലപ്പരിപ്പ് വളരെ ഭംഗിയായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് കുക്കറിൽ ഒരു 6 വിസിൽ മതിയാവും അല്ലേ അമ്മ? ഒരു 6 വിസിൽ കേൾപ്പിക്കുക. 6 വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുക. കടല നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ 1-2 വിസിലും കൂടെ അടിക്കേണ്ടി വരും. അപ്പൊ നമുക്കിത് ഭംഗിയായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ 1 കിലോ കടലപ്പരിപ്പാണ്. ഇത് നമുക്ക് ഭംഗിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് വരാം. 1 കിലോ കടലപ്പരിപ്പ്, അതിന് 1 കിലോ ശർക്കര വേണം. ആ ശർക്കര ഞങ്ങൾ എടുക്കാൻ പോവുകയാണ്. ഇവിടെ ഇതൊന്ന് കഴുകിക്കൊണ്ടുവാ. ഇടമ്മ. കടലപ്പരിപ്പ് ഭംഗിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം. ഇനി നമുക്കൊരു 6 വിസിൽ നോക്കാം. ഓക്കെ, 6 വിസിൽ. ഒരു കിലോ ശർക്കര ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് ഉരുക്കിയെടുത്ത് അരിച്ചെടുക്കാം. അപ്പോൾ ശർക്കര നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് അത് നല്ല ഭംഗിയായിട്ട് ഉരുക്കിയെടുക്കാം. നമ്മള് 100 ഗ്രാം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത് 1 കിലോ കടലപ്രഥമൻ വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ കുക്കറില് 1 വിസിൽ വന്നു കഴിയുമ്പോൾ തീ നമ്മൾ സിമ്മിലേക്ക് ആക്കിയിട്ട് പിന്നെ ഒരു 5 വിസിലൂടെ വരണം. അങ്ങനെ 6 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കാം. വെന്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നുകൂടെ വിസിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളി വെച്ചു കൊടുക്കാം. നമുക്കിനി പാല് തിളപ്പിക്കാൻ പ്രഥമിക്കാൻ. ലിറ്റർ പാലാണ് എടുക്കുന്നത്. 1 കിലോ കടലയ്ക്ക് 1 ലിറ്റർ പാലാണ് കണക്ക്. ഇപ്പൊ ഇത് 500ന്റെ പാക്കറ്റ് ആണ്. ഇങ്ങനെയുള്ള 2 പാക്കറ്റാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ 1 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ഇതിൽ ചേർക്കാം. എത്ര വെള്ളമാണ് ചേർക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം എന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ നമുക്ക് 1, 4, അപ്പൊ 4 ഗ്ലാസ് മതി അമ്മ. 4 ഗ്ലാസ് മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാല് തിളപ്പിച്ചെടുക്കാം. അമ്മ ഇപ്പൊ 6 വിസിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് അടച്ചാൽ മതി. മിക്സിയിലിട്ട് ചൂടൊന്ന് മാറ്റിയിട്ട് മിക്സിയിലിട്ട് 4 നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ചവ്വരി ആഡ് ചെയ്യാം. നമുക്ക് പാലിലേക്ക് ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചവ്വരിയാണ്. ഇത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലില് നമ്മൾ ചവ്വരി ചേർത്തിട്ടുണ്ട്. ചവ്വരി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പായസം ഉണ്ടാക്കുമ്പോൾ മുഖത്ത് നല്ല ഭംഗിയുള്ളൊരു ചിരി വേണം കേട്ടോ. സന്തോഷത്തോടു കൂടി വേണം നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാൻ. എന്നാലേ ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കൊടുത്തുള്ളൂ. ശർക്കര പാനി അതിലേക്ക് ഒഴിക്കാൻ പോയി. ശർക്കര പാനി ഇതിലേക്ക് ഒഴിക്കാൻ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ദേ ശർക്കര പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി നല്ല ഭംഗിയായിട്ട് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ നന്നായിട്ട് തിള വരുന്നിടം വരെ തിളക്കി. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കടല വേവിച്ച് വെച്ചേക്കുന്ന കടല കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. കടല വേവിക്കുമ്പോൾ കടല വേവിച്ചിട്ട് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കുമല്ലോ. മിക്സിയിൽ അടിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഭയങ്കര കട്ടി ഫീൽ ചെയ്യുന്നെങ്കിൽ ഒരു ശകലം വെള്ളം ചേർത്ത് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. നമ്മുടെ പാചകം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ സഹായിച്ച്
ഒരുമിച്ച് ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ്. കാര്യം ഇത് ഇളക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര എളുപ്പപണിയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹായിക്കേണ്ടത് ആവശ്യമാണ്. നല്ല കുറി വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇവിടെ നിന്ന് വെച്ചാലുണ്ട് കേട്ടോ. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. എക്സ്ട്രാ കുറച്ച് നെയ്യും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ നെയ്യ് ഒഴിച്ചൊന്ന് കലക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും നോക്കിച്ചതിന് ബാക്കി നെയ്യ് നമ്മൾ അടി പിടിക്കാതെ നോക്കുക എന്നുള്ളൊരു മെയിൻ കാര്യമാണ്. അപ്പൊ നമുക്ക് മൂപ്പിക്കാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിക്കാനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പാണ് മൂപ്പിച്ചെടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റിയിട്ട് ഈ നെയ്യിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരിയെയും കോരി മാറ്റാം. നേരത്തെ അണ്ടിപ്പരിപ്പ് കോരി വെച്ചേക്കുന്ന അതിലേക്ക് നമുക്ക് മുന്തിരിയും കോരി മാറ്റാം. നമ്മുടെ മുന്തിരി നല്ല മുത്തുമണികൾ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ടീച്ചറമ്മയുടെ പാചകം മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോൾ പാചകവും കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന അമ്മയാണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, മണികൾ പോലെയുള്ള നമ്മുടെ മുന്തിരി നമ്മൾ ഇതിലേക്ക് കോരി മാറ്റുകയാണ്. പരിപ്പ് മുന്തിരി നല്ല ഭംഗിയായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേ എണ്ണയിൽ തന്നെ നമ്മൾ തേങ്ങാ കൊത്തിട്ട് കൊടുത്ത് മൂപ്പിക്കാൻ പോവാണ്. തേങ്ങാക്കൊത്തും നല്ല ഭംഗിയായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ തേങ്ങാക്കൊത്താണ് ശരിക്കും നമ്മുടെ പ്രഥമന് ആ ഒരു ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ കിടന്ന് തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂക്കട്ടെ. നമുക്ക് ഏലക്ക നല്ല ഭംഗിയായിട്ട് പൊടിച്ചെടുക്കാം. അമ്മ ഇനി അടുത്ത പരിപാടി എന്തുവാ? ഏലക്കാപ്പൊടി. ഏലക്കപ്പൊടി ചേർത്തോ കേട്ടാ. ഓക്കെ, ചേർക്കുക. ഏലക്കാപ്പൊടിയിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർക്കാണ്. അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ വറുത്ത തേങ്ങാക്കൊത്തും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വറുത്ത തേങ്ങാക്കൊത്തും ഇട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നല്ല ഭംഗിയായിട്ട് മൂപ്പിച്ച് ഇതിലേക്ക് ഇട്ട് നമ്മുടെ പ്രഥമൻ നന്നായിട്ട് ഇളക്കി കൊടുക്കും. നല്ല മണം വരുന്നുണ്ട്. നല്ല മണം. ഇത് ഭംഗിയായിട്ട് തിളച്ച് പറ്റണമെന്നാണ് അമ്മ പറയുന്നത്. ഇളകി കൊടുക്കാം. ഓ തിളങ്ങണേ. എങ്ങനെയുണ്ട് ചാമ? നല്ല രുചിയുണ്ട്. എങ്ങനെയുണ്ട് ബീ? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കടല പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. Thank you so much for watching. Love you all. Bye bye.